അല്ലെങ്കിൽ ഉമ്മാതിരി കേസിനൊക്കെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അതിനൊക്കെ ആ മുല്ലശ്ശേരി പാപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ നല്ലത്. ഇങ്ങനത്തെ കേസിനൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ അജ്ജി പറയുന്നേ? മുല്ലശ്ശേരി പാപ്പാനേക്കാളും വലിയ ആസ്പത്രിയോ? പാപ്പ ആരാന്നപ്പോ നിങ്ങൾ കരുതിക്കണേ? ചൂട്ട കോയിനെ പറപ്പിക്കണ ആളല്ലേ? എടി വേലായുധന്റെ കുട്ടീനെ പാമ്പ് കടിച്ചപ്പം ഈ പാപ്പിയല്ലേ നോക്കിനെ 5 ദിവസം. എന്നിട്ടിപ്പ എന്തായി? എന്നിട്ടെന്താ അത് വെച്ചു. ചുറ്റിക്കൊണ്ട് റസീനെ തലക്കടിച്ചു എന്നാ കേട്ടത്. എന്നാ ടിപ്പറാവും. ടിപ്പറല്ലാത്ത ട്രിപ്പർ. അയാൾ തൂക്കിക്കൊന്നില്ലേ? അതെപ്പോഴതിന് എന്നിട്ട് TV കണ്ടില്ലല്ലോ. സദ്ദാമിനെ തൂക്കിയവരെ TV കണ്ടിന്. അല്ലെങ്കിലും റസിയാക്ക് അടിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എത്ര തോള പൗറും പത്രാസും ഓനങ്ങനെ പൈസ അയച്ചു കൊടുക്കല്ലേ. മാറണ മോഡൽ ഇട്ടോണ്ട് നടക്കല്ലോ ഓള്. ഓളെ സ്വർണം കട്ടോണ്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും മുല്ലശ്ശേരി പാപ്പ കണ്ടെത്തും. മൂപ്പര് മഴിട്ട് നോക്കിയാ കാണാത്ത ആളുണ്ടോ ഈ ഭൂലോകത്ത്? Assalamualaikum. ഇത് മാത്രല്ല, കുടുംബത്തിലെന്നും പ്രശ്നങ്ങളാ. കിട്ടിയല്ലേ? കിട്ടി. 18 ഏക്കർ റബ്ബർ തോട്ടം. അതില് കൊറേ കാറ്റടിച്ച് വീണുപോയി. ആദ്യം താമസിച്ച പുരയിടത്തിലെ കിണർ താന്നുപോയി. ഇപ്പൊ ഒക്കെ മുസീബത്താ. എത്ര കാലായി ഇത് തുടങ്ങിയിട്ട്? കൃത്യമായിട്ട് പറഞ്ഞ പൊന്നൂന്റെ ഗർഭമുണ്ടായപ്പോ തന്നെ ഇവളെ ബാപ്പ, അതായത് ഇന്റെ അനിയെ, ഒരു അപകടത്തിൽ മരിച്ചു. ഇവളുടെ ഉമ്മ പ്രസവത്തോടെ മരിച്ചു. ഇവക്കാണ് ഏത് ശൈത്താനാ കൂടിയെന്ന് ഒരു പിടിയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. ഏത് ശൈത്താനാടി അന്റെ ദേഹത്ത് കയറി കൂടിയത്? പറയടി, ഏത് ശൈത്താനോ? ഏത് ശൈത്താനോ? പറയടി, ഏത് ശൈത്താനോ? പറയിപ്പിക്കും ഞാൻ. പറയടി, പറയടി, ഏത് ശൈത്താനാണ്? മൂന്ന് നേരം ഓരോ ദിവസം തെറ്റാതെ കൊടുക്കണം. ഒരുപാട് സ്വത്തും മുതലും ഓളെ ബാപ്പ ഉണ്ടാക്കിന്നല്ലാതെ ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഓനുണ്ടായിട്ടില്ല. ഇനിയുള്ളത് ഈ ഒരു പൊന്നു. ആകാശഭൈരവി എന്ന് പറയും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ കുട്ടിയുടെ ജന്മമാണ്. അതിനൊരു വഴിയുണ്ട്, പിന്നീട് അറിയിക്കാം. ഇപ്പൊ പോയിക്കോളൂ. അത്ര വൈകിയത്? ഒന്നുമില്ല, ഓടാ തൊള്ളൊന്ന് കൂട്ടാൻ പറയും. പാപ്പനെ കാണാൻ പറ്റിയില്ലേ? ആ കണ്ടു, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാനോടി കൂടെ പോന്നാ മതിയായിരുന്നു. എടി, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച വഴിക്കാൻ നീങ്ങുന്നത്. നീങ്ങിയാ മാത്രം പോരാ, ഈ സ്വത്ത് മുതലൊക്കെ നമ്മുടെ കൈവശം വരണം. അതിന് പൊന്നൊരു തടസ്സാവരുത്.
അതൊക്കെ നീ കണ്ടോ? ഈ മുനീർ കളിക്കാൻ പോകുന്നുള്ളൂ. അല്ല, എന്താപ്പങ്ങളെ പരിപാടി? ആ കുട്ടി സാങ്ങിനെ ഒന്ന് പോയി കൊണ്ടുവരണം. നീ നോയിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു. അമ്മായി, നമ്മളിന്ന് പോയ സ്ഥലം കണ്ടാ പേടിയാവൂലേ? ഒരു മുല്ലശ്ശേരി പാപ്പ, അയാളെന്താ പടച്ചോനെക്കാട്ടിലും വലിയ ആളാ? അയാളിങ്ങൾ ഒരുപാട് തല്ലിയില്ലേ? എന്റെ ഉസ്താദ് എപ്പോഴും പറയും, എന്ത് പ്രശ്നം ഉണ്ടായാലും പടച്ചോനോട് പറഞ്ഞാ മതിയെന്ന്. നിങ്ങൾ പടച്ചോനോട് പറഞ്ഞാ മതി കേട്ടോ.